ഹലോ, വെൽക്കം ബാക്ക് ടു എല്ലിസ് വണ്ടർ റെസിപ്പി. ഇന്ന് നമ്മൾ ഒരു മാസത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വെക്കേഷന് ശേഷം അവർ തിരിച്ച് കാനഡയിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ ഞാനും അവരോടൊപ്പം ഉണ്ട്. അതിനിടയിൽ ഒരു 19 മണിക്കൂർ ഞങ്ങൾക്ക് ദുബായിൽ ലേ ഓവറുണ്ട്. അപ്പോൾ ആ ദുബായ് എയർപോർട്ടൊക്കെ വളരെ മനോഹരമാണ്. ഈ കാഴ്ചകളൊക്കെ അവിടെയാണ് നമ്മൾ കാണുന്നത്. വളരെ രസകരമായിട്ടുള്ള വിശാലമായ ഒരു എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. 19 മണിക്കൂർ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി അതിനുശേഷം ദുബായിയൊക്കെ ഒന്ന് ചുറ്റിക്കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തന്നെ ഹോട്ടലിലേക്ക് ഒരു ബസ്സിലാണ് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ലഗേജൊക്കെ ബസ്സിൽ വെച്ചതിന് ശേഷം അത്യാവശ്യമുള്ളത് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നേരിട്ട് അയച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഹോട്ടലിൽ എത്തും. നമ്മൾ ഹോട്ടൽ കോപ്തോണിൽ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ലോഞ്ചാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ഹോട്ടലാണിത്. ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബുഫേ സിസ്റ്റമാണ്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. ദുബായ് നഗരത്തിലൂടെ ആണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാനം മുട്ടെ നിൽക്കുന്ന ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിലൊക്കെ മലയാളികളുടെ കയ്യൊപ്പ് കൂടി ഉണ്ടെന്ന് മനസ്സിലോർത്തപ്പോൾ വളരെയധികം അഭിമാനം തോന്നി. ഞങ്ങൾ ഷാർജ മോസ്കിലേക്കാണ് പോകുന്നത്. പുറത്ത് നല്ല ചൂട് ഉണ്ടായിരുന്നു. പ്രസിദ്ധമായ മോസ്ക് കാണുന്നതിന് വേണ്ടി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മോസ്ക്. അതിനകത്ത് ഇറങ്ങി കയറാനുള്ള ആ ചൂട് കാരണം ഞങ്ങളൊന്ന് മടിച്ചു. പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയുണ്ടായി. വളരെ വിശാലമായ ഒരു പള്ളിയും അതിൻ്റെ ബ്യൂട്ടിഫുൾ മനോഹരമായ പള്ളിയും അതിൻ്റെ ചുറ്റുപാടും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം രാത്രി ഏകദേശം 8-8:30 മണിയായി. ഇപ്പോൾ ദുബായ് മാള് കൂടെ ഒന്ന് കയറിയതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 1-2 പ്രാവശ്യം അവിടെയൊക്കെ ചുറ്റി നോക്കിയിട്ടും ദുബായ് മാളിൽ കയറാൻ പറ്റിയില്ല. അത്രയ്ക്ക് ട്രാഫിക്കായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇത്രയൊക്കെയാണ് ദുബായ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.